ഹലോ, ഇനിയൊരു കാര്യം പറയട്ടെ. നമുക്കെപ്പോഴും നമുക്കൊരു പ്രൊക്രാസ്റ്റിനേഷൻ വരാനുള്ള കാര്യം എന്താണെന്നറിയോ? മെയിനായിട്ട് ഒരു ലോങ് ടേം ഗോളാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടായിക നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പം നമുക്ക് മുന്നോട്ടേക്ക് ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജം ഉണ്ടാവും. എന്നാൽ വലിയ ലോങ് ടേം വലിയ വലിയ ഗോൾസ് ആകുമ്പം നമുക്ക് സ്റ്റാർട്ടിങ് ഭയങ്കര എനർജി ആയിരിക്കും, പക്ഷെ പിന്നീട് അത് ഇല്ലാതായി പോവാം. കാരണം നമുക്ക് അവിടെ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് വരുന്നില്ല, നമുക്കൊരു പ്രോത്സാഹനം കിട്ടുന്നില്ല, നമുക്ക് ഇടയിലായിട്ട് ഒരു റിവാർഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പ്രൊക്കാസ്റ്റിനേഷൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഗോളാകുമ്പം അതിന് വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, റിസൾട്ടിന് ക്ഷമ കാണിക്കുന്നില്ല. അതാണ് മെയിൻ കുഴപ്പം. അപ്പം നമ്മൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു, നമ്മൾ ഇത്രയും വലിയ വലിയ ഗോളൊക്കെ ആകുമ്പം ആ ഒരു ഗോളിനെ നമ്മൾ ഷോർട്ടാക്കുക. അതായത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ മൈൽ സ്റ്റോൺസ് വയ്ക്കുക. ഇന്ന സമയത്ത് നമുക്ക് ഇന്നത് അച്ചീവ് ചെയ്യും ഇന്നൊരു ടൈം ആകുമ്പോൾ. അത്രയും വലിയ ഇപ്പോൾ ഒരു 5-6 കൊല്ലത്തെ ഒരു കാര്യമൊക്കെ ആണെങ്കിൽ ഒരു കൊല്ലം മിനിമം നിങ്ങൾ അങ്ങനെ ആക്കി വെക്കുക. ഒരു കൊല്ലം ആകുമ്പോഴത്തേന് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു കൊല്ലം ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു റിവാർഡാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതല്ല, ഇതൊരു വലിയ ഗോളാകുമ്പം നമുക്ക് ടൈം എടുക്കുമല്ലോ. ടൈം എടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക, ചെറിയ ചെറിയ പീസസ് ആക്കുക. ഇനിയിപ്പോൾ ഒരു കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ മാസങ്ങളൊക്കെ വയ്ക്കുക. ഇന്ന മാസം ഇന്നത് അച്ചീവ് ചെയ്യണം എന്നാണ് ഗോൾ ആക്കുക. എന്നിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മടിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇല്ലാതാക്കാൻ പറ്റും. ഒരു കൺസിസ്റ്റൻസി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.